ഇന്ന് അങ്ങനെ നമ്മുടെ തായ്ലൻഡ് യാത്രയുടെ 4ാമത്തെ ദിവസം. ഇന്ന് നമ്മൾ ഫുക്കറ്റിൽ നിന്ന് റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് ക്രാബിയിലേക്ക് പോകാൻ കേട്ടോ. ക്രാബിയിൽ നമ്മൾ ഒരേ ഒരു ദിവസമേ ഉള്ളൂ. ഞാൻ വന്ന ഉടനെ കഴിക്കാനെടുത്തത് അവരുടെ ഗ്രീൻ കറി ചിക്കനും തായ് സ്റ്റിക്കി റൈസും കൂടി ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിപ്പോയി എന്തോ ആ ഒരു കോമ്പിനേഷൻ. നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് അവിടെ ക്രാബിയിൽ ചെന്ന് ചെക്ക് ഇൻ ചെയ്തിട്ടാണ് നമ്മൾ 7 ഐലൻഡ് ടൂറിന് പോകുന്നത്. 1 മണിക്കാണ് നമുക്ക് അവിടെ നിന്ന് പിക്കപ്പ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 3 മണിക്കൂർ യാത്രയുണ്ട്. പോകുന്ന വഴിക്കൊക്കെ നല്ല മഴയായിരുന്നു, നല്ല പേടിയുണ്ടായിരുന്നു നമ്മുടെ ഐലൻഡ് ടൂർ ക്യാൻസൽ ആവുമെന്നുള്ളത്. റൂമൊക്കെ റെഡി ആവുന്ന ടൈം കൊണ്ട് ഞങ്ങൾ കുറച്ച് സ്നാക്സും ജ്യൂസൊക്കെ വാങ്ങിച്ച് അവിടെ ഇരുന്നു കേട്ടോ. ഈ ജ്യൂസ് എന്ന് പറഞ്ഞാൽ പൈനാപ്പിളും അതുപോലെ തന്നെ കോഫിയും കൂടെ മിക്സ് ചെയ്തൊരു ഐറ്റം ആയിരുന്നു കേട്ടോ. ഒരു വെറൈറ്റി ഐറ്റം ആയിരുന്നേ. നമ്മുടെ ഈ 7 ഐലൻഡ് ടൂറ് അവരുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് വെച്ചിരുന്ന നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് സ്നാക്സും അതുപോലെ കോഫി, ടീ, കുറച്ച് ജ്യൂസൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എവോനാങ് ബീച്ചിൻ്റെ തൊട്ടടുത്തായിരുന്നു നമ്മൾ റൂം എടുത്തിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ ഈ 7 ഐലൻഡ് ടൂർ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ഈ ഒരു ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഞങ്ങൾ കയറാൻ തുടങ്ങുമ്പോഴേക്കും നല്ല മഴയായേ. ഇന്ന് ഒരു ഐലൻഡിൽ നിന്ന് വേറൊരു ഐലൻഡിലേക്ക് പോകാനായിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മൾ അടുത്ത ഐലൻഡിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് ഇതുപോലുള്ള ലോങ് ടെയിൽ ബോട്ടുകളായിരുന്നേ. ഞാനിങ്ങനെ വീഡിയോസൊക്കെ നോക്കുമ്പോൾ കണ്ടിരുന്നു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐലൻഡാണ്. അപ്പോൾ ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ റെഡി ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇതുപോലുള്ളൊരു ക്ലൈമറ്റ് കണ്ടതോടുകൂടി എനിക്ക് ആകെ സങ്കടമായി പോയിട്ടോ. അപ്പോൾ മോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മ തന്നെയല്ലേ ഞങ്ങളോട് പറയാറ് ഇല്ലാത്തതിനെപ്പറ്റി സങ്കടപ്പെടാതെ ഉള്ളതിൽ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കണമെന്ന്. നമുക്ക് എൻജോയ് ചെയ്യാം മഴ എന്ന്. അത് ആ ഒരു സമയത്ത് എനിക്ക് തന്ന മോട്ടിവേഷൻ ചെറുതൊന്നും അല്ലായിരുന്നു കേട്ടോ. ഏതാണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ആദ്യത്തെ ഐലൻഡ് എത്തി. ഒന്നും നോക്കിയില്ല, റെയിൻകോട്ടൊക്കെ അങ്ങ് ഊരി വെച്ച് ഫുൾ അങ്ങ് നനയാൻ തീരുമാനിച്ചു. ഇത്രയും റിലാക്സ് ആയിട്ടുള്ളൊരു ദിവസം എൻ്റെ ലൈഫിൽ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു എന്നെ സംബന്ധിച്ചിന്ന്. കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത ശേഷം ആ ഫോൺ കൂടെ അങ്ങ് മാറ്റി വെച്ചു. നന്നായിട്ടൊന്നങ്ങ് റിലാക്സ് ആയൊരു ദിവസമായിരുന്നു കേട്ടോ. എന്തായാലും മനസ്സും ശരീരവും നന്നായിട്ട് തണുത്തൊരു ദിവസം. ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ലാത്തൊരു ദിവസമായിരിക്കും കേട്ടോ ഇന്ന്. 1 മണിക്കൂർ നേരത്തോളം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അവിടെ നിന്ന് അടുത്ത ഐലൻഡിലേക്ക് പോവാണ്. ഈ ഒരു ഐലൻഡിൻ്റെ ഷേപ്പ് കണ്ടോ, ചിക്കൻ ഐലൻഡ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് പോഡ ഐലൻഡിലേക്കാണ്. അവിടെയാണ് നമുക്ക് ഡിന്നർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ടൂറിൻ്റെ ശരിക്കും പേര് 7 ഐലൻഡ് സൺസെറ്റ് ടൂർ എന്നാണ് കേട്ടോ. ക്ലൈമറ്റൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്കിവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് സൺസെറ്റൊക്കെ കണ്ടിരിക്കാം. ഇന്നിപ്പോൾ ക്ലൈമറ്റ് അത്ര ഓക്കെ അല്ലാത്തതുകൊണ്ട് നമുക്ക് സൺസെറ്റ് ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും ബീച്ചിലേക്ക് ഇറങ്ങി. ഈ 4 ദിവസങ്ങളിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡേ, നന്നായിട്ടൊന്ന് റിലാക്സ് ആയൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ നാളെ നമ്മൾ ബാങ്കോക്കിന് പോവാണ്. അപ്പോൾ ബാങ്കോക്ക് വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്